പുസ്തകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. വായനക്കാരൻ ആയ അബ്ബാസാണ് പിന്നീട് എഴുത്തുകാരനായ ജീവിതം എഴുതി കാണിച്ച. കാരണം ആത്മാർത്ഥമായിട്ട് ഒരു എഴുത്ത് പണിയിൽ ഏർപ്പെടുക എന്ന് കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തെ തന്നെ തുറന്നു കാട്ടുക എന്നാണ് എന്നുള്ളത് കൃത്യമായി പുസ്തകത്തിലൂടെ തൻ്റെ നിലപാട് വിളിച്ചറിയിച്ച അബ്ബാസ് പുസ്തക വായനയുടെ പേരിലാണ് ആദ്യമായിട്ട് ഭ്രാന്ത് എന്ന പേര് ചേർത്ത് വായിക്കപ്പെടുന്നത്. വായന വായന വായന, ലഹരി പോലെ വായന. കിട്ടിയതെല്ലാം അപ്പോൾ എന്താണ് പറയുക, ഒരു കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ഒരു മെഷീനിലേക്ക് ഇടുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയിലേക്കും മനസ്സിലേക്കും വായിച്ച് വിഴുങ്ങിക്കഴിഞ്ഞു. ഇനിയും വേണം, പുസ്തകം വേണം, പുസ്തകം വേണം. അത് തീർച്ചയായിട്ടും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോഴാണ് വീട്ടുകാർ അതിന് കൃത്യമായ ഒരു പേര് നിർവചിക്കുന്നത്, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ. അതിനെ തുടർന്നുണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പുസ്തകങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ കാണുന്ന ഒരു അബ്ബാസിനെ കൂടെ ഒരു കാലഘട്ടം കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വളരെ അടുത്തറിയുന്ന ആളുകൾ, നമ്മളിതൊക്കെ കേട്ടു, നമ്മൾ വായിച്ചു കേട്ട് പരിചയമേ നമുക്കുള്ളൂ. അത് കൃത്യമായിട്ട് നേരിട്ട് അനുഭവിച്ച, ഈവൻ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വരെ കിട്ടിയ നേരിട്ട ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. സത്യത്തിൽ ആർക്കായിരുന്നു ഭ്രാന്ത്? അങ്ങനെയല്ല, ഭ്രാന്ത് എനിക്ക് തന്നെയായിരുന്നു. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പല മനുഷ്യരും എനിക്ക് ഭ്രാന്തുണ്ടെന്ന് സമ്മതിക്കാൻ മടിക്കുന്നവരാണ്. എല്ലാ മനുഷ്യർക്കും ഇച്ചിരി ഭ്രാന്തുണ്ടാവും. എനിക്കത് ഇച്ചിരി കൂടി പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വായനയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബമാണ്. നിസ്കരിക്കുക, പള്ളിയിൽ പോവുക, ഖുർആൻ ഓതുക, ഖുർആൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലും വായിക്കണം എന്നുള്ളതായിരുന്നു. ഉപ്പാക്കില്ല ഉമ്മാക്കില്ല, അത് അവരെ കുറ്റമല്ല. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ മലപ്പുറം ജില്ല അങ്ങനെ ആയിരുന്നു. അത് തന്നെ മലയാളത്തിലുള്ള ഖുർആൻ ഓതാൻ പാടില്ല. ഞാൻ അത്തരം വിഷയങ്ങളിൽ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വളർന്ന കുട്ടി, ഭാഷ പഠിക്കാത്തൊരു കുട്ടി, നിങ്ങളെയൊക്കെ പുസ്തകം വായിക്കാൻ അച്ഛനോ അമ്മയോ അധ്യാപകരോ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ജീവനത്തിനും ഭാഷ പഠിച്ച ഞാൻ പമ്മൻ അയ്യനയത്തിനൊക്കെ വായിച്ച ആ ഒരു യവനാരംഭ പ്രായത്തിൽ പമ്മനി അയ്യനയത്തിന് എൻ്റെ തലമുറ വായിച്ചാൽ വന്നത്. എനിക്കത് പറയാൻ മടിയില്ല. ഒരു സോഫ്റ്റ് പോൺ ടൈപ്പായിരിക്കും അവരത്. അത് വായിച്ച് വന്നിട്ടാണ് ഞാൻ ബഷീറിലേക്കും വിജയനിലേക്കും കടക്കുന്നത്. OV വിജയൻ്റെ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം, ഖസാക്കിൻ്റെ ഇതിഹാസം പിന്നെ ഞാൻ വായിക്കുന്നത്. ഇത് രണ്ടും വായിച്ചപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല വായനയിൽ. ഖസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നെ ലഹരി പോലെ പിന്നാലെ കൂടിയത്. എത്ര തവണ വായിച്ചത് എനിക്കറിയില്ല. അതിനെപ്പറ്റി എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, മാതൃഭൂമിയാണ് ചെയ്യുന്നത്. അപ്പോൾ വായന ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വർഷം എത്ര പുസ്തകം വായിച്ചു എന്നൊക്കെ ആളുകൾ പോയിട്ടിടുമ്പോൾ ഞാൻ പറയും, ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കഴിച്ചു, കുളിച്ചു, പല്ല് തേച്ചു നമ്മൾ കണക്കെടുക്കാറില്ലല്ലോ. അതുപോലെ വായിച്ച പുസ്തകങ്ങൾ കണക്ക് വെക്കാറില്ല. നമ്മൾ വായിക്കുന്നു, ഇഷ്ടപ്പെട്ടത്, ചിലത് ഇഷ്ടപ്പെടുന്നു, ചിലത് ഇഷ്ടപ്പെടുന്നതിനെ പറ്റി കുറച്ച് എഴുതണം, ചിലത് ഇഷ്ടപ്പെടാതെ പോകുന്നു. ഈ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അന്തം വിട്ട് വായിക്കുന്ന ഒരു കുട്ടിയെ സ്വഭാവമായിട്ട് എൻ്റെ ഉമ്മക്ക് പേടിയായിരുന്നു, ഇവൻ എന്തെങ്കിലും ആയി പോകുന്നു. ഇവൻ അയൽവാസികളൊക്കെ അതാ പറയാം, ഇവന് ഈ നോമ്പ് കാലത്ത് എനിക്ക് പണി ഉണ്ടാവില്ല, പെയിൻറ്റ് പണി ഉണ്ടാവില്ല. അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് അടഞ്ഞിരുന്ന് വായിക്കുകയാണ് വിശ്രമമില്ലാതെ. മണ്ണെണ്ണവിളക്കാണല്ലോ ഒന്ന്. അപ്പോൾ ഉമ്മാക്കുള്ള പേടി, മകനോടുള്ള സ്നേഹമാണത്. അവന് വട്ടായി പോകുന്നുള്ളത്. അടാ നിനക്ക് ഓതി വട്ടാവുന്ന മലപ്പുറം ഭാഷയിൽ പറയാം, ഓതി മറിഞ്ഞവരെന്നൊക്കെ പറയും. ഈ ദർശനൊക്കെ അത് മതം പഠിപ്പിക്കാൻ പോയ ചില കുട്ടികൾ ആകെ ഓതി മറിഞ്ഞ് വരാറുണ്ട്. അത് മനസ്സിൽ താളം തെറ്റി വരാറുണ്ട്. അതവരാ പഠനത്തിൻ്റെ കാഠിന്യമാണ്, മറ്റൊന്നുമല്ല. എൻ്റെ കാര്യത്തിൽ അതാണ്. ഫിക്ഷൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഒരു ഘട്ടത്തിന് മനഃശാസ്ത്രത്തിലേക്കും അദ്വൈതത്തിലേക്കും വേദാന്തത്തിലേക്കും ഉപനിഷത്തിൻ്റെ മലയാള വ്യാഖ്യാനത്തിലേക്കോ ഈ ഫ്രോയിഡ്, യൂങ് അതല്ലാതെ അങ്ങ് കയറിപ്പോയി. ആ ഒരു കയറ്റത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല കുറച്ച് കാലത്തിന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. അതും ഒരുപാട് ഡോക്ടർമാർ, നമ്മുടെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാർ ചെയ്യുക എന്താ വെച്ചാൽ ആദ്യം മരുന്ന് എഴുതും. പേടിക്കൊന്ന്, ബേജാറിനൊന്ന്, വിറയലിലൊന്ന്, വെപ്രാളത്തിലൊന്ന്. ഇതിന് കാരണം അന്വേഷിക്കുന്നില്ല. അന്നത്തെ സൈക്കോളജിയിൽ സൈക്യാട്രി, ഇപ്പം ന്യൂറോ സൈക്യാട്രി വളരെ വികസിച്ചിട്ടുണ്ട്. ഒരുപാട് മരുന്നുകൾ നല്ലതാണ്. അന്ന് അങ്ങനെയല്ല, മനുഷ്യനെ തളർത്തിക്കെടുത്ത വേറെ വഴിയില്ല. എന്നെ ചിന്തിക്കാൻ വിടാതാക്കുക, എന്നെ വായിക്കാൻ പറ്റാതാക്കുക, അത് അവരെ കുറ്റമല്ല. അന്നത്തെ ഒരു ചികിത്സാ രീതി അങ്ങനെ 30 വർഷം മുമ്പുള്ള കാര്യമില്ല ഞാൻ ഈ പറയുന്നത്, 30 വർഷം മുമ്പുള്ള. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് കിടക്കുന്ന ഭ്രാന്തൻ തന്നെയാണ് പിന്നെ ഞാൻ. അപ്പോൾ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നൊരു അത്ഭുതമൊന്നുമില്ല. ആദ്യം എനിക്കുണ്ടായ ഭയം, ഇത് വായിച്ച് നമ്മുടെ ചിന്ത കാട് കയറുമല്ലോ. ഭൂമിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം എൻ്റെ തോന്നലാണ്. എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ ബന്ധങ്ങൾ, ഈ ലക്ഷ്മി ചേച്ചി, എല്ലാവരും, മുഴുവൻ ലോകവും എൻ്റെ ഭാവനയാണ്. ഞാനെന്നൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ പേടിച്ച് രാത്രി, പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നി ഇത് പിടുത്തം വിടുകയാണെന്ന്. അപ്പോൾ ഇറങ്ങി വീട്ടിൻ്റെ നടുമുറി ചെറിയ വീട്, അവിടെ ഉമ്മ കിടക്കണം, ഉമ്മ എനിക്ക് ഉറങ്ങണം എന്നാണ് പറഞ്ഞു, മറ്റൊന്നല്ല പറഞ്ഞു. അപ്പോൾ ആദ്യം സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തല്ല കൊണ്ടുപോയത്, ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്, സാധാ ഡോക്ടർ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ അവർ ചെറിയ ഉറങ്ങണം എന്തോ തിന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ ഭയം ഉള്ളെന്ന്, എനിക്ക് ഭ്രാന്തായി പോകുന്നുള്ള അകാരണമായ ഭയം. അതിന് മരുന്ന് കഴിച്ച് ആ മരുന്ന് കൊണ്ടല്ല മാറിയത്. പിന്നെ ഞാൻ ചിന്തിക്കണം, എനിക്ക് ഭ്രാന്ത് ആയല്ലോ,
ഞാൻ ഭ്രാന്തനാണ്, അത് അംഗീകരിക്കുക. അപ്പോൾ പിന്നെ ഭ്രാന്ത് വരുന്നുള്ള പേടിയില്ല. അങ്ങനെ അത് മാറി. അത് പോയി കോഴിക്കോട് വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ ഇവൻ്റെ അത് ഭേദമാവുള്ളൂ എന്ന് പറയില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ അവന് ഇത്ര വലിയ അസുഖമൊന്നുമില്ല, അത് വേണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഴക്കിട്ട് പ്രശസ്തനായ ഡോക്ടറാണ്. പക്ഷെ അന്നത്തെ ചികിത്സാ രീതി അങ്ങനെയാണ്, കിട്ടുന്ന ആരെയും പിടിച്ച് ഷോക്ക് കൊടുക്കാം 4-ാം ദിവസം. ഷോക്ക് കിട്ടിയവർക്ക് അത് അറിയുള്ളൂ. കിട്ടിയ ആളുകൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് സിനിമയിൽ കണ്ടിട്ടോ, ജയറാം മുട്ടയൊക്കെ അടിച്ച് ഇങ്ങനെ അവസാനം തലതാത്തിരിക്കുന്നത്. അന്ന് എനിക്ക് ഷോക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഇരിക്കില്ല, വായിക്കില്ല, എഴുതില്ല. അപ്പോൾ വീട്ടുകാരനെ ഒരു കണക്കിന് ഉമ്മേനെയാണ് രക്ഷിച്ചത്. ആ ഒരു കൂട്ടത്തിൽ ആ സൈക്കാട്രിക് വാർഡ് കിടക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ച കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് ഉമ്മ കത്തിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ ധാരണയിൽ മകന് വായിച്ചിട്ടാണ് എഴുതിയിട്ടാണ് ഇങ്ങനെ വട്ടായത്. അയൽവാസികളൊക്കെ വട്ടുന്നില്ല പറയുന്നത്, പിരാന്തെന്ന് പറയാൻ മാഷ്, പിരാന്തനല്ലേ മോൻ, പിരാന്തനായത് വായിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല. ഉമ്മ ഞാൻ എഴുതി വെച്ചെടുത്ത് വായിച്ചു, എൻ്റെ ലൈബ്രറി പുസ്തകങ്ങൾ അടക്കം കത്തിച്ചു. പക്ഷേ പുസ്തകങ്ങളും എഴുത്തിനേക്കാളൊക്കെ വലുത് ഉമ്മയായതുകൊണ്ട് നമ്മളതൊക്കെ ക്ഷമിച്ച് ഓവർകം ചെയ്തു വന്നു. ഇപ്പോൾ അത് ചെറുതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വായന വിട്ടിട്ടില്ല. അടിസ്ഥാനപരമായി ഞാനൊരു വായനക്കാരനാണ്.